ഹേ ഗായ്സ്, എല്ലാവർക്കും തംചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തല അജിത് അജിത്തിന്റെ നമ്മുടെ അജിത് കുമാറിന്റെ പുതിയ സിനിമയായിട്ടുള്ള വിടിയ മുയർച്ചി ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ സിനിമയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഇതിന്റെ ഡയറക്ടർ മഗിത് തിരുമേനിയാണ്. പിന്നെ വരുന്നത് ഓം പ്രകാശാണ് DOP ചെയ്തിട്ടുള്ളത്. എഡിറ്റർ ശ്രീകാന്ത് NB. അജിത്ത്, തൃഷ, കസാൻഡ്ര, അതുപോലെ തന്നെ അർജുൻ, ആക്ഷൻ കിങ് അർജുൻ, ഇത്ര ആൾക്കാരാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി സ്ട്രിക്ട്ലി എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ ഒരു വൺ വേർഡിൽ സിനിമയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഫ്രഷ്നെസ്. അത് നമ്മൾ പറയുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല, സത്യം പറയാലോ. ഒരു ഫ്രഷ്നെസ് അതെന്തുകൊണ്ടാണെന്നല്ലേ പറയാം. ഫസ്റ്റ് അതങ്ങനെ തോന്നാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, മെയിനായിട്ട് ഈ കഥ കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളതും കഥ നടക്കുന്നത് അസർബൈജാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ അല്ല, അല്ലെങ്കിൽ തമിഴ്നാടല്ല, ഇന്ത്യയിലെ ഒരു സ്ഥലമല്ല, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. അതുപോലെ തന്നെ ഇത് നമുക്കറിയാം, ഇതിൻ്റെ മുന്നേ ഒരു കേസൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ റീമേക്ക് ആണെന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സൽ പിക്ചേഴ്സ് അടക്കം കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സിനിമ റിലീസ് നീണ്ടുപോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹോളിവുഡ് ടച്ച് ഉണ്ട് സിനിമക്ക്. കംപ്ലീറ്റ്ലി നമ്മൾ പറയുന്ന ഒരു ഇന്ത്യൻ ടെറൈൻ അല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ടെറൈനുള്ള ഡിഫറൻസ് കൊണ്ട് തന്നെ ഒരു ഹോളിവുഡ് ടച്ച് സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. ഇതിന്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോയോട് കൊടുക്കാം. ആ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ്, ഒരു ഫ്രഷ്നെസ് എന്ന് പറയില്ലേ. ഇതൊരു ടിപ്പിക്കൽ സിനിമയല്ല. അതായത് അജിത്തിന്റെ സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോഴും നമ്മളുടെ മൈൻഡിലുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ തമിഴിൽ ഒരു അജിത്തിന്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമുക്കുള്ളിലുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി അടിച്ച് ഒടച്ച് പൊട്ടിച്ചെറിഞ്ഞിട്ട് ഒരു സിനിമ എടുത്ത് അങ്ങനെ ഉണ്ടാവും. അതാണ് ഈ ഒരു സിനിമയുടെ ഫ്രഷ്നെസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ സിനിമയ്ക്ക് നല്ല രീതിയിലൊരു നെഗറ്റീവ് ക്യാമ്പയിൻ വരാൻ നല്ലൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതിന്റെ മെയിൻ റീസണും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഫ്രഷ്നെസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാൻസുകാർ, അജിത്തിന്റെ ഒരു സിനിമ 2 വർഷത്തിന് ശേഷം വരുന്ന ഒരു സിനിമയാണ് പുള്ളിയുടെ. അപ്പോൾ ഫാൻസുകാർ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഫാൻസിനെ തൃപ്തിപ്പെടുന്ന ഒരു പടമല്ല ഇത്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ അടിച്ചൊടച്ച് ആ ഒരു ടെംപ്ലേറ്റിനൊക്കെ അടിച്ചൊടച്ച് പൊട്ടിച്ചേർന്നിട്ടുള്ള സിനിമയാണ്. അത്തരത്തിലൊരു ടെംപ്ലേറ്റ് അല്ല. ഒരു തമിഴ് സിനിമ നമ്മൾ കണ്ടിറങ്ങി നമുക്ക് തോന്നില്ല ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് ഇതിന്റെ ടെംപ്ലേറ്റ് വർക്ക് ചെയ്തിട്ടുള്ളവർ. അതിന്റെ മേക്കിംഗ് സ്റ്റൈലിൽ ആ ഒരു പിടിച്ചിട്ടുള്ള ഒരു മീറ്റർ ഉണ്ട് ഇവർ. അതെനിക്ക് കംപ്ലീറ്റ്ലി തുടക്കം തൊട്ട് എൻഡ് വരെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലിന്റെ മീറ്റർ പക്കയായിട്ട് എനിക്ക് തോന്നി. അതാ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് നമുക്ക് ഓവറായിട്ടുള്ള ഒരു സാധനമില്ല. നമുക്കറിയാലോ, ഇന്ത്യൻ സിനിമ, ഒരു ഹോളിവുഡ് സിനിമ ഇന്ത്യൻ ടെറൈനിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ടെറൈനിൽ ആ സിനിമയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് നമുക്കറിയാം, മ്യൂസിക് ഉണ്ടാവും, സ്റ്റോറി ഉണ്ടാവും, ഇമോഷൻസ് ഉണ്ടാവും. ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യൻ ടെറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് കറക്റ്റ് പക്ക ഒരു ലെവൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആ സ്റ്റാൻഡേർഡിൽ നിന്ന് ഒരു തരി പോലും താഴേക്ക് പോലെയാണ് സിനിമ വരുന്നത്. അതുകൊണ്ട് ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ കാണാൻ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് കണ്ടിറങ്ങി വരാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 2 hours 45 minutes പടമുണ്ട്, 2.25 മണിക്കൂറിനടുത്ത് പടമുണ്ട്. അതിൽ ഇഴച്ചിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം. ഫസ്റ്റ് അത് നെക്സ്റ്റ് നമുക്ക് പോകുന്നതാണ്. അത് സ്റ്റോറി ടെല്ലിംഗ് അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത് സ്ലോ പേസ് ആണ്. സ്ലോ പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒച്ചയും ബഹളവും ഇല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല വലിയൊരു ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞിട്ട് ഇവർ സോങ്സോ ബാക്കിയുള്ള ആർട്ട് ഡയറക്ഷനോ ഇങ്ങനെ സംഭവങ്ങളൊന്നും കാണിക്കാതെ ഒരു ഗ്രൗണ്ടഡ്, കംപ്ലീറ്റ്ലി 101% ഗ്രൗണ്ടഡ് ആണ് സ്റ്റോറി ടെല്ലിങ്. അതുകൊണ്ട് തന്നെ ഒരു സ്ലോ പേസ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ടപ്പേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സ്റ്റോറി അല്ല. ആ സ്റ്റോറി ഇതിന്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ ആ സിനിമ വർക്കാവുള്ളൂ എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ആ ഒരു രീതിയാണ് സിനിമയുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. സ്ലോ പേസ് ആണ്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു സ്ഥലത്തും ബോറടിച്ചിട്ടില്ല. ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബോറടിക്കുന്ന രീതിയിലേക്ക് എനിക്ക് പോയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ പോയി കണ്ടു നോക്കുക, അത്ര തന്നെ. പിന്നെ ഫസ്റ്റ് 30 minutes എന്ന് പറയുന്നത് സിനിമയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. കഥ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള പ്ലോട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ട്രാവലാണ്, ഒരു ട്രിപ്പാണ്. അപ്പോൾ ആ ട്രിപ്പിലേക്ക് നമ്മൾ അരമണിക്കൂർ കൊണ്ട് ഇവർ എത്തിക്കുന്ന ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിലാണ് നമ്മൾ ഇവരുടെ റൊമാൻസും ഇവരുടെ റിലേഷനും കംപ്ലീറ്റ്ലി കാര്യങ്ങൾ കാണിക്കുന്നത്. അത് ഫ്ലാഷ് ബാക്കിൻ്റെ ഉള്ളിൽ വേറൊരു ഫ്ലാഷ് ബാക്ക് വെച്ചിട്ട് ആ രീതിയിലേക്കാണ് ചെയ്യുന്നത്. അത് എഡിറ്റിങ്ങിൽ കൃത്യമായിട്ട് അവർ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ സംഭവം ഉണ്ട്. അതിലും ഞാൻ പറഞ്ഞ എല്ലാത്തിലും ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് പടയല്ല. അതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പടത്തിനോട് അട്രാക്റ്റീവ്നെസ് തോന്നാനുള്ള കാരണം
ആ ഒരു സംഭവമാണ്. ആ ഒരു 30 മിനിറ്റ്സിൽ കംപ്ലീറ്റ്ലി എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ടു. ആ മെയിൻ സ്റ്റോറിയിലേക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് പിന്നെയാണ് ആ സ്റ്റോറി കംപ്ലീറ്റ് പോകുന്നത്. അജിത്തിന്റെ ക്യാരക്ടർ എനിക്ക് പുള്ളിയോട് ഭയങ്കര റെസ്പെക്ട് തോന്നി. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാൻസിന് വേണ്ടി പടം ചെയ്യണടി. അതിപ്പോൾ നമുക്കറിയാം തമിഴില് മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആക്ടേഴ്സ് അടക്കം ഫാൻസിന് വേണ്ടി പടം ചെയ്യുന്നുണ്ട്. പക്ഷെ ഫാൻസിന് വേണ്ടി മാത്രം പടം ചെയ്ത് കരിയർ ബിൽഡ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് തോന്നി. അവിടെ ഈ പടത്തിൽ അജിത്ത് എടുത്തിട്ടുള്ള ഒരു സംഭവം അതാണ്. ഇത് ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന പടം എന്നല്ലടി, ഞാനൊരു പടം ചെയ്യുന്നു, നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും, ഇല്ലെങ്കിൽ വേണ്ട എന്നൊരു മനോഭാവത്തിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു ഓർഡിനറി പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫാദർ അല്ലെങ്കിൽ നമ്മളുടെ ഒരു റിലേറ്റീവ്, നമ്മളൊരു ഫ്രണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതല്ലാതെ ഒരു ലാർജർ ദാൻ ലൈഫ് ക്യാരക്ടർ അല്ല. പറന്നടിക്കല്, മാസ് ഡയലോഗ്, പഞ്ച് സീനുകൾ, എയറിൽ നിന്നിട്ടുകൊണ്ട് അടിയോ പുഷ്പ 2 ഒക്കെ കണ്ടിട്ട് എൻ്റെ അമ്മേ നമ്മൾ കണ്ടതാണല്ലോ ഡേ. പക്ഷെ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റ് ആണ്. ഇതിൽ അങ്ങനെയല്ല. അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഞാൻ പുഷ്പ 2 കമ്പയർ ചെയ്യുന്നില്ല. പക്ഷെ ഇതിലെ ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മ ഒരു ഗ്രൗണ്ടഡ് ആയിട്ട് ആ ക്യാരക്ടറിന്റെ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. അടി കൊള്ളുന്നുണ്ട്, പുള്ളി അടി കൊണ്ട് വീഴുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പൊ തിരിച്ചടിക്കുന്നു. പക്ഷെ അവിടെയാണ് അവരാ മീറ്റർ വിടാതെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി തീരുന്നത് വരെ ഒരു കോമൺ മാനാണ് ക്യാരക്ടർ. അപ്പൊ അയാൾക്കുള്ള വീക്ക്നെസ് ഉണ്ട്. ആ സ്ട്രെങ്ത്തിനെക്കാളും കൂടുതൽ ആ വീക്ക്നെസ് അവർ കാണിക്കുന്നുണ്ട്. അതാണ് കിടലായിട്ട് തോന്നിയിട്ടുള്ളത്. പുള്ളി ചെയ്തത് അത് ഒരു സംഭവം തന്നെയാണ്, ആ ഒരു ക്യാരക്ടർ. പിന്നെ നെക്സ്റ്റ് അനിരുദ്ധിന്റെ മ്യൂസിക്. അതിലും കുറച്ച് സ്ഥലത്ത് മിസ്മാച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മ്യൂസിക്. പക്ഷെ പുള്ളിയുടെ ഒരു സെയിം പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ അനിരുദ്ധിന്റെ. ഫസ്റ്റത്തെ ഒരു പാട്ടുണ്ട്, മറ്റേ ആ ഒരു ആ പാട്ടിന്റെ പേര് മറന്നുപോയി. അതിൽ പുള്ളിയുടെ സെയിം പക്ക ക്ലീശ ബീറ്റാണ്. ആ ഒരു ബീറ്റ്, സെയിം ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള ബീറ്റാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പടത്തിൽ ഫുൾ ഇംഗ്ലീഷ് റാപ്പ് സോങ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ തീം സോങ് ആയിട്ടുള്ള ആ സാധനങ്ങളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് അതിലും ഒരു ഫ്രഷ്നെസ് എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി, പുള്ളി ചെയ്തിട്ടുള്ള സംഭവം. പക്ഷെ 2 സ്ഥലത്ത് കുറച്ചൊരു വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ കീറി മുറിച്ച് സംസാരിക്കുന്നതെന്നല്ല. ഓക്കെ, ആ രീതിയിൽ അത് വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കേസിൽ ബാക്കി അർജുനായാലും ബാക്കി കസാൻഡ്ര അവർക്കുള്ള റോളുകളായാലും ബാക്കി അജിത്തിൻ്റെ തൃഷേൻ്റെ റോളുകളൊക്കെ ഉണ്ട്. കംപ്ലീറ്റ്ലി മെയിനായിട്ട് സ്ക്രീൻ പ്രസൻസ് വരുന്നത് അജിത്തിന് തന്നെയാണ്. തൃഷക്കൊക്കെ കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്. പക്ഷെ ഉള്ളതൊക്കെ കിടിലം പോലെ അവരുടെ കോമ്പിനേഷൻ സീൻസൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മീറ്റർ കൃത്യമായിട്ട് പിടിച്ച് ആ ലെവലിൽ ആ സ്റ്റാൻഡേർഡിൽ പിടിച്ച് പോയിട്ടാണ് പടം തീർത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് എനിക്ക് കിട്ടി. ഒരു അജിത്തിൻ്റെ സിനിമ നമ്മൾ കാണാൻ പോകുന്ന സമയത്ത് കിട്ടാത്തൊരു ഫീല് പടത്തിലൂടെ കിട്ടി. ബാക്കി എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി സ്പോയിലർ ടോക്കിൽ വേണ്ടി സംസാരിക്കാം. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒപ്പീനിയൻ വന്നിട്ട് കമൻറ്റിൽ പറയാം. അതുപോലെ തന്നെ ഇനി ആഴ്ച പുതിയ പടങ്ങൾ ഇന്നും വരുന്നുണ്ട്, അത് കണ്ടിട്ട് ബാക്കി ഒപ്പീനിയൻസ് പറയാടേ. ഓക്കെ, ബൈ.